2026 മാർച്ചിൽ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായിട്ട് നിയമിതനായത് അഡ്വക്കേറ്റ് പി. ശ്രീകുമാർ. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. ലോക ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ 2. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് വേദി ഭുവനേശ്വർ. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യത്തെ വനിതാ കമ്മീഷണർ അശ്വനി ബിഡെ. 2026 50 വർഷം പൂർത്തിയാക്കിയ ടെക്നോളജി കമ്പനി ആപ്പിൾ. ആദ്യമായി ലേ സന്ദർശിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. 2026 മാർച്ചിൽ പ്രധാനമന്ത്രി സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഗുജറാത്ത്. 2026 മാർച്ചിൽ വടക്കൻ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് നരല്ലേ. 2026 മാർച്ചിൽ ഭാരത് ഇന്റർഫേസ് ഫോർ മണി ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് MS ധോണി. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 കിരീടം നേടിയത് കർണാടക. പഠനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് സജ്ജമാക്കുന്നതും ലക്ഷ്യമിട്ട് ആസ്പയർ ആക്സിലറേറ്റിംഗ് സ്റ്റുഡൻസ് പൊട്ടൻഷ്യൽ ത്രൂ ഇന്ററാക്റ്റീവ് ആൻഡ് റിമോട്ട് എഡ്യൂക്കേഷൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മേഘാലയ. ഇന്ത്യയിൽ ഒരു ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വിലയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ ചിത്രം യശോദയും കൃഷ്ണനും. ലോകത്തിലെ ആദ്യത്തെ കൈകാലുകൾ ഇല്ലാത്ത അമ്പെയ്ത്ത് ചാമ്പ്യനായി മാറിയ ഇന്ത്യൻ താരം പായൽ നാഗ്. ലോകത്തിലെ ആദ്യ ചരക്ക് ഗതാഗതത്തിന് മാത്രമായുള്ള ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യം ജപ്പാൻ. 2025 ലോക ആർച്ചറി അവാർഡ് ഏറ്റവും മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശീതൽ ദേവി. നികുതി സംബന്ധമായ പ്രക്രിയകൾ ലളിതവും ഉപയോഗപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ വെബ്സൈറ്റ് കർസാത്തി. ഏതു സ്ഥലത്തെയാണ് ആന്ധ്രാപ്രദേശിന്റെ ഏക തലസ്ഥാനമായി അംഗീകരിക്കുവാനുള്ള ഭേദഗതി ഉൾപ്പെടുത്തി ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ബിൽ ലോക്സഭ പാസാക്കിയത്? അമരാവതി. 2026 ഏപ്രിലിൽ പുറത്തുവിട്ട അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഫ്രാൻസ്. ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോപ്ഡ് ഡ്രോൺ പദ്ധതി വായുബാൺ. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഉഷസ്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ സാമൂഹ്യ പരിരക്ഷാ പദ്ധതി വയോമിത്രം. വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുക. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് KG സനൽകുമാർ. 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ജമ്മു കാശ്മീർ. കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ കീഴിലെ സ്പൈസസ് ബോർഡിന്റെ വൈസ് ചെയർമാനായി നിയമിതനായത് ഷാജി രാഘവൻ. നീതി ആയോഗിനു കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ സംസ്ഥാനത്തെ ആദ്യത്തെ ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചത് ത്രിപുര. 26 മാർച്ചിൽ പ്രതിരോധം, ഊർജ്ജം, സാമ്പത്തികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഉള്ള കരാറിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യം കാനഡ. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് വടകര. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് മീത്തിൽ രാധാകൃഷ്ണൻ. 2026 മാർച്ചിൽ കുസാറ്റ് ഗവേഷകർ കൊച്ചി കായലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തോക്ക് ചെമ്മീൻ ഇനം അൽഫിയസ് മധുസൂദനൈ. രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ ഔദ്യോഗിക നാമം അബുരാജ്. 2026 മാർച്ചിൽ നടക്കുന്ന ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയുമായ രാജ്യം ചിലി. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 പ്രകാരം തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന AI അധിഷ്ഠിത റോബോട്ടിക് സംവിധാനം G-സ്പൈഡർ. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്തുന്നതിനായി നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 18 പ്രധാന സംസ്ഥാനങ്ങളുടെ ഇടയിൽ കേരളത്തിന്റെ സ്ഥാനം 15. അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്നും ആൺ-പെൺ ശരീര ലക്ഷണമുള്ള അപൂർവ പ്രതിഭാസം ഉള്ള ഏത് ജീവിവർഗത്തെയാണ് കണ്ടെത്തിയത്? ഞണ്ട്. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി.
യുഎസ്എയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടി ഓപ്പറേഷൻ സിംഹഗർജനം. ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാന്റെ സൈനിക നടപടി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാത ഹോർമൂസ് കടലിടുക്ക്. മലയാള സിനിമയിലെ ആദ്യ നായിക പി.കെ. റോസിയുടെ പേരിൽ സ്ത്രീകൾക്കായി ഫിലിം സൊസൈറ്റി ആരംഭിക്കുന്നത് കോഴിക്കോട്. 2026 മാർച്ചിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടക. 2026 മാർച്ചിൽ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്താനൊരുങ്ങുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി കെയർ. കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കേരള സർക്കാർ പദ്ധതി ഹൃദ്യം.